ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന ട്രേസർ ഓവർസിയർ AE ഗ്രേഡ് എക്സാമുകൾക്ക് ആവശ്യമാവുന്ന സിലബസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ തിയറി പോർഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിലബസിന്റെ ബേസിസിൽ കുറച്ചേറെ സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോവുക, അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് റെക്കമെൻഡഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഫോർ യൂസ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ്. കഴിഞ്ഞ തേർഡ് ഗ്രേഡ് ഓവർസിയർ PWD ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലെറ്ററിംഗ് പഠിച്ചായിരുന്നു. രണ്ട് ടൈപ്പ് ലെറ്ററിംഗ് ഉണ്ട്, സിംഗിൾ സ്ട്രോക്ക് ഉണ്ട്, ഡബിൾ സ്ട്രോക്ക് ഉണ്ട്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സ് ആണ്. സോ അത് റെക്കമെൻഡ് ചെയ്യുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IS കോഡ് ഏതിനെ ഫോളോ ചെയ്താണ് നമ്മൾ അത് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്ന കോഡ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് IS 960983. സോ ആ കോഡ് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം IS കോഡുകളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് IS കോഡ് ഓർത്തിരിക്കുക, IS 960983. The enlarged scale of a drawing is. ഒരു ഡ്രോയിങ്ങിന്റെ എൻലാർജ് സ്കെയിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആദ്യം സ്കെയിൽ എന്താ, അല്ലെങ്കിൽ RF എന്താ? നമ്മൾ ഡ്രോയിങ്ങിൽ RF എന്നാണ് അതിനെ പറയുന്നത്. അതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഡ്രോയിങ്ങിൽ എത്രയാണോ നമ്മൾ വരയ്ക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ ശരിക്കും ആക്ച്വലി ആ ഒബ്ജക്റ്റിന്റെ നീളം എത്രയാണ്, അതിനെയാണ് സ്കെയിൽ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് വീതം നോക്കാം. 1:1. 1:1 എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, നമ്മൾ ഒബ്ജക്റ്റിന്റെ നീളം ഒരു 1 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ അത് 1 സെന്റിമീറ്റർ ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫുൾ സ്കെയിൽ എന്ന് പറയും. ആക്ച്വലി ഉള്ള ഒബ്ജക്റ്റിന്റെ അതേ സ്കെയിലിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതേ മെഷർമെന്റിൽ തന്നെയാണ് ഡ്രോയിങ് ഷീറ്റ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിനെ ഫുൾ സ്കെയിൽ അല്ലെങ്കിൽ 1:1 പ്രപ്പോർഷൻ എന്ന് പറയാം. ഫുൾ സ്കെയിൽ റെപ്രസെന്റ് ചെയ്യുന്ന 1:1 ആണ്. 1:1 കണ്ടു കഴിഞ്ഞാൽ ഓർത്താൽ അത് ഫുൾ സ്കെയിലാണ് നമ്മൾ ആ ഒരു ഡ്രോയിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒബ്ജക്റ്റിന്റെ ആക്ച്വൽ ലെങ്ത് തന്നെയാണ് ഡ്രോയിങ് ഷീറ്റ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 1 ആണ് 1:50 എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ 1:n പ്രപ്പോർഷൻ. അത് കണ്ടു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, അത് റെഡ്യൂസ്ഡ് സ്കെയിൽ ആണ്. എക്സാമ്പിൾ എടുക്കാം, നമ്മുടെ ബിൽഡിംഗ് പ്ലാൻ. ബിൽഡിംഗ് പ്ലാൻ നമ്മൾ സാധാരണ വരയ്ക്കുന്നത് 1:100 പ്രപ്പോർഷൻ ആണ്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു? ആക്ച്വലി 300 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സൈഡ് നമുക്ക് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് റെപ്രസെന്റ് 300 മീറ്റർ എടുത്തിട്ട് നമുക്ക് ഡ്രോയിങ് ഷീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മെഷർമെന്റിനെ ഇപ്പൊ 300 മീറ്റർ ആണ്, ഒരു എക്സാമ്പിൾ 300 മീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ 3 സെന്റിമീറ്റർ ആക്കി മാറ്റിയിട്ടാണ് ഡ്രോയിങ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. അല്ല 300 മീറ്ററിനെ എടുത്ത് വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1:n ഒരു മെഷർമെന്റ് കിടക്കുന്നതെങ്കിൽ അത് റെഡ്യൂസ്ഡ് സ്കെയിൽ ആണ്. ഓക്കെ, നമ്മൾ ഉള്ളതിനെക്കാട്ടും കുറച്ചു. നെക്സ്റ്റ് 1 എന്ന് വെച്ചാൽ 50:1. 50:1 അല്ലെങ്കിൽ n:1 പ്രപ്പോർഷൻ ആണ്. ഓർത്തിരിക്കുക, അത് എൻലാർജ്ഡ് സ്കെയിൽ ആണ്. എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സാധനത്തിന്റെ മെഷർമെന്റ് ഒബ്ജക്റ്റ് കുറവായിരിക്കും. ഒരു 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 mm ആയിരിക്കും അവിടെ. അത് എനിക്ക് ഇച്ചിരിയോടെ വലുതായിട്ട് കാണണം. ഒരു നട്ടോ ബോൾട്ടോ വല്ലതും ആയിരിക്കും, ചെറിയ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ എനിക്കിത് കുറച്ചുകൂടെ എൻലാർജ്ഡ് ആയിട്ട് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ശരിക്കും 1 mm ആണ് അതിന്റെ മെഷർമെന്റ് എങ്കിൽ അതിനെ ഞാനൊരു 1 സെന്റിമീറ്റർ ആയിട്ടോ വല്ലതും റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അതെന്താ, കുറച്ച് എൻലാർജ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണ്. സോ അതാണ് എൻലാർജ്ഡ് സ്കെയിൽ. n:1 പ്രപ്പോർഷൻ, അതാണ് എൻലാർജ്ഡ് സ്കെയിൽ. അപ്പൊ ഓർത്തിരിക്കുക, 1:1 എന്ന് പറയുന്നത് എന്താ, ഫുൾ സ്കെയിൽ ആണ്. 1:n അല്ലെങ്കിൽ 1:50, ഇവിടെ പറയും 1:n ഇല്ലാതായിരുന്നെങ്കിൽ അത് റെഡ്യൂസ്ഡ് സ്കെയിൽ ആണ്. 50:1 അല്ലെങ്കിൽ n:1 ഇല്ലാതായിരുന്നെങ്കിൽ അത് എൻലാർജ്ഡ് സ്കെയിൽ ആണ്. സോ ഇവിടുത്തെ ആൻസർ അപ്പൊ എന്ത് വരും, എൻലാർജ്ഡ് സ്കെയിൽ ഓഫ് എ ഡ്രോയിങ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് 50:1. 50:1 എന്ന് പറഞ്ഞാൽ എന്താണ്, എൻലാർജ്ഡ് സ്കെയിൽ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ C. The angle of midter line is dash degree.
ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ഈ മീറ്റർ ലൈൻ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷനോ ഒരു ഒബ്ജക്റ്റിലോ ഉണ്ടെങ്കിൽ അത് ഡ്രോയിങ്ങിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് മീറ്റർ ലൈനുകൾ ഉപയോഗിക്കുന്നത്. ഈ മീറ്റർ ലൈനിന്റെ ആംഗിൾ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ 45 ഡിഗ്രി ആണ്. സോ മീറ്റർ ലൈനുകൾ എടുക്കുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 45 ഡിഗ്രി. A triangle is said to be well conditioned when it's contained. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ട്രയാങ്കിളിൻ നമ്മളിപ്പം വെൽ കണ്ടീഷൻഡ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യം. ട്രയാങ്കിൾസ് നമ്മൾ കുറെ ഐസോസ്ലസ് ട്രയാങ്കിൾ ഉണ്ട്, സ്കാലിയൻ ട്രയാങ്കിൾ ഉണ്ട്, ഇക്ലാറ്റർ ട്രയാങ്കിൾസ് ഉണ്ട്, അങ്ങനെ കുറെ ട്രയാങ്കിൾസ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് വെൽ കണ്ടീഷൻഡ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ആംഗിളുകൾ ഇൻ ബിറ്റ്വീൻ 30-നും 120-നും ഇടയിലായിരിക്കണം. ഇൻ ബിറ്റ്വീൻ ഇത് മാത്രം ഓർത്താൽ മതി. 30-നും 120-നും ഇടയിലായിരിക്കണം വെൽ കണ്ടീഷൻഡ് ആണ് ഒരു ട്രയാങ്കിൾ എന്ന് പറയണമെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് no angle greater than 120 and less than 30. അതാണ് ഇൻ ബിറ്റ്വീൻ ഈ 30-ക്കും 120-ക്കും ഇടയിലാണ് ട്രയാങ്കിളിന്റെ ആംഗിൾ എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയാം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, no angle greater than 120 and less than 30. A curve generated by a point on the circumference of a cylinder as cylinder rolls along a straight line is. First of all, ആ ഒരു കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡ്. ഇത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നിങ്ങൾ ലാബിൽ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു കർവാണിത്. ഓർക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പോട്ടെ, അത്രയൊന്നും ഡീപ്ലി വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല. അതുകൊണ്ട് ഈ ഡെഫിനേഷൻ മാത്രം ഓർത്തിരിക്കുക. ആദ്യം ഒരു സിലിണ്ടർ എടുത്തു, അല്ലെങ്കിൽ ഒരു സർക്കിൾ തന്നെ എടുക്കുക. സർക്കിളിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ സർക്കംഫറൻസിൽ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു സിലിണ്ടറിനെ അല്ലെങ്കിൽ സർക്കിളിനെ ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്തു എലോങ് എ സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു കർവ് ആണ്. ആ കർവ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ റിവോൾവ് ചെയ്യാൻ എടുത്ത ആ ഒരു സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റിംഗ് സർക്കിൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് ലൈനിന് മുകളിൽ കൂടിയാണ് ഇതിനെ റിവോൾവ് ചെയ്തത്. അതിനെ നമ്മൾ ബേസ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. സോ അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, സൈക്ലോയിഡ്. എ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സിലിണ്ടർ ആസ് സിലിണ്ടർ റോൾസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ്, ആ കർവിനെ വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡ്. സൈക്ലോയിഡൽ കർവ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഗ്രൂപ്പ്? സൈക്ലോയിഡൽ കർവ്സുകൾ നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് റൗലറ്റ്സ് ആയിട്ടാണ്. റൗലറ്റ് കർവ് അല്ലെങ്കിൽ സൈക്ലോയിഡ് കർവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പൊ സൈക്ലോയിഡ് കർവുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്? റൗലറ്റ്. ക്ലെനോഗ്രാഫ് എന്ന് പറയുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ക്ലെനോഗ്രാഫ്. നമ്മൾ ഡ്രോയിങ്ങില് പാരലൽ ലൈൻസുകൾ വരയ്ക്കാനാണ് ഈ ക്ലെനോഗ്രാഫുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഇതൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ ആണ്. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇതിനെ സെറ്റ് ചെയ്തിട്ട് പാരലൽ ആയിട്ട് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. സെറ്റ് സ്ക്വയർ നമ്മൾ പാരലൽ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്ലെനോഗ്രാഫ് എന്ന് പറഞ്ഞാൽ. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, അഡ്ജസ്റ്റബിൾ സെറ്റ് സ്ക്വയർ. ക്ലെനോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റബിൾ സെറ്റ് സ്ക്വയർ ആണ്. നമ്മളിവിടെ ഡ്രോയിങ്ങിലെ ക്ലെനോഗ്രാഫ് പഠിക്കുന്നുണ്ട്, സർവേയിലെ ക്ലെനോമീറ്റർ പഠിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ക്ലെനോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് സ്ക്വയർ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ ആണ്. ക്ലെനോമീറ്റർ സർവേയിൽ നമ്മൾ പഠിക്കുന്ന ആംഗിൾസും ഗ്രേഡിയന്റും ഒക്കെ എടുക്കാൻ, ഇൻഡയറക്ട്ലി എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രേഡിയന്റും ആംഗിളും എടുക്കാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ് ക്ലെനോമീറ്റർ എന്ന് പറയുന്നത്. അതും റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്ലെനോമീറ്റർ. അപ്പൊ ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ക്ലെനോഗ്രാഫ് എന്ന് പറഞ്ഞ ഡ്രോയിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സർവേ ചെയ്യുന്നതാണ് ക്ലെനോമീറ്റർ. The chord passing through the focus of a convex and perpendicular to the axis is called. ഇപ്പോൾ എന്താണ് കോഡ് എന്ന് നോക്കാം. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണിക്കിന്റെ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് കോഡ്. ഇനി ഇതേ കോഡ് ഫോക്കസിൽ കൂടെ, ഈ കോണിക്കിന്റെ ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ കോഡ്. അത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഫോക്കൽ കോഡ്. ഇനി എന്താണ് ഫോക്കസ്?
ഫോക്കസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുന്നത് ഫോക്കൽ സ്പിയറും സെക്ഷൻ പ്ലെയിനും കൂടി മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ടാൻജന്റ് പ്ലെയിനും സെക്ഷൻ പ്ലെയിനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്രിക്സ്. നെക്സ്റ്റ് വൺ ആണ് ആക്സിസ്. ആ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നതാണ് ആക്സിസ്. ഈ ആക്സിസ് എന്ന് പറയുന്നത് ഒരു കോണിക്കിന്റെ ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈനാണ്. അത് ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആണ്. ഡയറക്ട്രിക്സ് എന്തായിരുന്നു പറഞ്ഞു? ആ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ആ ലൈനെയാണ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് വെർട്ടെക്സ്. ഫിഗറി വെർട്ടെക്സ് കാണിച്ചിട്ടുണ്ട്. അത് കോണിക് കട്ട് ഇറ്റ്സ് ആക്സിസ്. ഒരു കോണിക്ക് ആക്സിസിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. പിന്നുള്ളതാണ് ഓർഡിനേറ്റ്. ഓർഡിനേറ്റ് എന്ന് പറയുന്നത് കോഡിൽ നിന്നും അല്ലെങ്കിൽ കോണിക്കിൽ നിന്നും നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആക്സിസിലോട്ട് വരയ്ക്കുന്നു. ഓക്കെ, കോണിക്കിൽ നിന്നും നമ്മൾ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർഡിനേറ്റ്. ഓക്കെ, അത് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഇനി വീണ്ടും എഗൈൻ ഒന്നുകൂടി ഇത് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കോണിക്കിൽ വീണ്ടും അതേ ലൈൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഓർഡിനേറ്റ്. ഓക്കെ, ഒന്നുകൂടി ഒരു പ്രാവശ്യം വന്നു വീണ്ടും എഗെയിൻ ഒരു കർവ് കോണിക്കിന്റെ വേറൊരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഓർഡിനേറ്റ്. ഇനി ഈ ഡബിൾ ഓർഡിനേറ്റ് ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്ടം. ഓക്കെ, അതിനെയാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Chord passing to the focus of a conix and perpendicular to the axis is called, answer എന്ത് വരും? Focal chord. The dimensioning to be used only where the possible accumulation of tolerance does not endanger the functional requirement of part. അപ്പോൾ നമ്മൾ രണ്ട് തരം ഡയമെൻഷനിങ് സിസ്റ്റം നമ്മൾ നോക്കാം. ചെയിൻ ഡയമെൻഷൻ, പാരലൽ ഡയമെൻഷൻ. ഫസ്റ്റ് ചെയിൻ ഡയമെൻഷനോട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡയമെൻഷനിങ് ആണ്. ഓരോ മെഷർമെന്റും ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നു? ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡയമെൻഷനിങ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഓരോ മെഷർമെന്റിനകത്ത് നമ്മളിപ്പോൾ സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ ആ ഒരു ഒബ്ജക്റ്റിനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല. അതിനെ ഒരുമിച്ചാണ് അതെന്ത് ചെയ്യുന്നത്? മാറുന്നത്. അല്ലെങ്കിൽ വ്യത്യാസം ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ അതിനെ മാത്രമേ അത് എഫക്ട് ചെയ്യത്തുള്ളൂ. അതാണ് ചെയിൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരലൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ഡേറ്റമാണ്. ആ കോമൺ ഡേറ്റത്തിൽ നിന്നുമാണ് എല്ലാ ഡയമെൻഷനും എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് പാരലൽ ഡയമെൻഷൻ. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, ചെയിൻ ഡയമെൻഷനിങ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. The dimensioning to be used only where the possible accumulation of tolerance does not endanger the functional requirement of part. So answer option B, chain dimensioning. When the section plane is inclined to the axis of the cone and cut all generators, the section obtained is. First of all, ഒരു കോൺ എടുത്ത് അതിനെ പല രീതിയിൽ സെക്ഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലുള്ള കോണിക് സെക്ഷൻസ് ആണ് കിട്ടുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സർക്കിൾ. പൊളിയും തുടങ്ങും. സർക്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതേപോലെ ബേസിന് പാരലൽ ആയിട്ട് ഒരു പ്ലെയിൻ വെച്ച് കോണിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു ഒബ്റ്റെയിൻ സർക്കിൾ. എന്താണ് കിട്ടുന്നത്? സർക്കിൾ കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എലിപ്സ്. എലിപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ഓഫ് കോണിന് ഇൻക്ലൈൻഡ് ആയിട്ട് അതുപോലെ എല്ലാ ജനറേറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിപ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് പരാബോള. പരാബോള എന്ന് പറയുന്നത് ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് അതേപോലെ ജനറേറ്റർ ഏതെങ്കിലും ഒരു ജനറേറ്ററിന് പാരലൽ ആയിട്ടുമാണ് പരാബോള കട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോള. ഹൈപ്പർബോള ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ആക്സിസ് ഓഫ് കോണിന് പാരലൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ ബോത്ത് പാർട്ട് ഓഫ് ദി കോണിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ടിങ് നടക്കുന്നുണ്ട്. അതിനെയാണ് ഹൈപ്പർബോള എന്ന് വിളിക്കുന്നത്. സോ ആദ്യം സർക്കിൾ എന്തായിരുന്നു പറഞ്ഞേ? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ വെച്ചിരിക്കുന്നു ആൻഡ് ജനറേറ്ററിനെ എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എലിപ്സ് എന്തായിരുന്നു പറഞ്ഞാൽ എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്യുന്നുണ്ട്, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ്.
നെക്സ്റ്റ് പരാബോള എന്താ പറഞ്ഞേ, അത് ഒരു ജനറേറ്ററിന് പാരലാണ്, അതേപോലെ ആക്സിസ് ഓഫ് ജനറേറ്ററിന് ഇൻക്ലൈൻഡ് ആണ്. ഹൈപ്പർബോള എന്ന് വെച്ചാൽ ആക്സിസിന് എന്താണ് പാരലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ അപ്പൊ എന്ത് വരും? ആൻസർ എലിപ്സ്. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആക്സിസ് ഓഫ് കോണിന് ഇൻക്ലൈൻഡ് ആയിട്ടും എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്തു പോകുന്ന സെക്ഷനെ വിളിക്കുന്ന പേരാണ് എലിപ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. It is a curved ruler used for drawing irregular curve. അത് ഈ ഓപ്ഷനിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓപ്ഷനിലെ ആദ്യത്തേതാണ് ഫ്ലെക്സിബിൾ കർവ്. ഫ്ലെക്സിബിൾ കർവ് എന്ന് വെച്ചാൽ സ്മൂത്ത് കർവുകൾ ഡ്രോൺ ചെയ്യാനാണ് ഫ്ലെക്സിബിൾ കർവ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റെൻസിൽ. സ്റ്റെൻസിൽ എന്ന് പറയുന്നത് ലെറ്ററിംഗ് പർപ്പസിന് വേണ്ടിയാണ് സ്റ്റെൻസിലുകൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ കോമ്പസ്. കോമ്പസ് എന്ന് പറഞ്ഞാൽ രണ്ടു തരം ഉണ്ട്, ലാർജ് ബോക്ക് കോമ്പസ് ഉണ്ട്, സ്മോൾ ബോക്ക് കോമ്പസ് ഉണ്ട്. ലാർജ് ബോക്ക് കോമ്പസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഒരു അപ് ടു 200 mm വരെ ലാർജ് ബോക്ക് കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്മോൾ ബോക്ക് കോമ്പസ് എന്ന് പറയുന്ന റേഡിയസ് അപ് ടു 25 mm വരെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ എന്ത് തന്നെയാണ്, സർക്കിൾ ഡ്രോൺ ചെയ്യാൻ വേണ്ടി ആയിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കോമ്പസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഫ്രഞ്ച് കർവ്. ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത് ഇറഗുലർ കർവുകൾ ഒരു ഡ്രോയിങ്ങിൽ വരയ്ക്കാൻ വേണ്ടിയാണ് ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കുന്നത്. സോ ക്വസ്റ്റിലേക്ക് വന്നാൽ ഇറ്റ് ഈസ് എ കർവ്ഡ് റൂളർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ ഇറഗുലർ കർവ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഫ്രഞ്ച് കർവ്. ഫ്രഞ്ച് കർവാണ് ഇറഗുലർ കർവ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് ആൻ ഒബ്ലിക് പ്രൊജക്ഷൻ. ഒബ്ലിക് പ്രൊജക്ഷനകത്ത് പെടാത്തത് ഈ ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദ്യം. അതിനാദ്യം ഒബ്ലിക് പ്രൊജക്ഷൻ എന്താണെന്ന് അറിയണം, ഒബ്ലിക് പ്രൊജക്ഷനകത്തുള്ള ക്ലാസിഫിക്കേഷനും അറിയണം. ആദ്യം എന്താണ് ഒബ്ലിക് പ്രൊജക്ഷൻ നോക്കാം. ഇതെന്ന് പറയുന്ന ഒരു പിക്ടോറിയൽ പ്രൊജക്ഷൻ ആണ്. അതിന്റെ പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ പ്ലെയിന് ഒബ്ലിക് ആയിരിക്കും. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, പ്രൊജക്ഷൻ ലൈന് പ്രൊജക്ഷൻ പ്ലെയിനിന് എന്താണ്, ഒബ്ലിക് ആണ്. അതേപോലെ പ്രൊജക്ടേഴ്സ് നമ്മൾ റേസ് വരയ്ക്കുമല്ലോ, ആ റേസ് എന്ന് പറയുന്നത് ഓരോന്നിനും പാരലാണ്. സോ ആ പ്രൊജക്ടർ റേസുകൾ എന്താണ്, പാരലൽ ടു ഈച്ച് അതർ ആണ് ഒബ്ലിക് പ്രൊജക്ഷൻ ആണ്. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ, ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷൻ, ജനറൽ ഒബ്ലിക് പ്രൊജക്ഷൻ. അതിനകത്ത് ആദ്യത്തേതാണ് കാവലിയർ എന്ന് പറയുന്നത്. കാവലിയറിന്റെ പ്രത്യേകത ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിനോ പ്രൊജക്ഷൻ ആൻഡ് ലൈനോ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അതാണ് 45 എന്ന് എഴുതിയിരിക്കുന്നത്. 45 ഡിഗ്രി എന്താണ്, പ്ലെയിനോ പ്രൊജക്ഷനും ലൈനോ പ്രൊജക്ഷനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 45 ഡിഗ്രിയാണ്. സോ അതുകൊണ്ടാണ് ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്തിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. അതാണ് ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ ലൈൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ലെങ്ത്. നെക്സ്റ്റ് വൺ ആണ് ക്യാബിനറ്റ് പ്രൊജക്ഷൻ. അതിന്റെ ആംഗിൾ ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. 63 ഡിഗ്രി 26. അതിനകത്ത് ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്തിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ ലെങ്തിന്റെ ഹാഫ് ആയിട്ടായിരിക്കും നമ്മൾ ക്യാബിനറ്റ് പ്രൊജക്ഷൻ അത് വരയ്ക്കുന്നത്. ഇനി ജനറലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ എന്ന് വെച്ചാൽ 45 അല്ല 63 26 അല്ലാത്ത ബാക്കി ഏതെങ്കിലും ആംഗിൾസ് ഉണ്ടെങ്കിൽ അതാണ് ജനറൽ ഒബ്ലിക് പ്രൊജക്ഷനകത്ത് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒബ്ലിക് പ്രൊജക്ഷനകത്ത് വരാത്തത് ഏതാണ്? ജനറൽ വരും, കാവലിയർ, ക്യാബിനറ്റ്. ഇനി വരാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ട്രൈമെട്രിക്. ട്രൈമെട്രിക് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ വരുന്നതല്ല, ഒബ്ലിക് പ്രൊജക്ഷനകത്ത് വരുന്നതല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. The size of letters and numerals are designated by their. ലെറ്റേഴ്സും ന്യൂമറൽസിന്റെയും സൈസുകൾ നമ്മൾ ഏത് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ആൻസർ ആണ് ഹൈറ്റ്. Size of letters and numerals are designated by their. Answer option B, height. Which instrument is used to erase a particular spot of a line without erasing the nearby line? അടുത്തുള്ള ലൈൻസ് ഒന്നും ഇറൈസ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ സ്പോട്ടിനെ മാത്രം എന്ത് ചെയ്യാം, മായ്ച്ചാൽ മതി. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അതിന് ഉപയോഗിക്കുന്നതാണ് ഇറൈസിങ് ഷീൽഡ് എന്ന് പറയാം. ഇറൈസിങ് ഷീൽഡിന്റെ പ്രത്യേകത, നമുക്ക് എവിടെയാണോ റബ്ബ് ചെയ്യേണ്ടത് അതിന്റെ ഭാഗത്ത് ഈ പറയുന്ന ഇറൈസിങ് ഷീൽഡ് കൊണ്ട് വെക്കുക, ആ ഭാഗം മാത്രം എന്ത് ചെയ്യുക, റബ്ബ് ചെയ്ത് കളയുക. അല്ല എങ്കിൽ നമ്മൾ ഇറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നിയർ ബൈ
ആയിട്ടുള്ള എല്ലാ ലൈൻസിനെയും കൂടി റബ്ബ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി അതായത് നമുക്ക് ഒരു ഡ്രോയിങ് ഷീറ്റിൽ ഏറ്റവും പ്രധാനം എന്താണ്, വൃത്തിയാണ്. അപ്പം അടുത്തുള്ള ലൈൻസ് അവിടെ ഇവിടെ മാഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു വൃത്തി കാണത്തില്ല. അതുകൊണ്ട് ഏത് സ്പോട്ടാണോ നമുക്ക് ആ ലൈൻ വേണ്ടാത്തത് അത് മാത്രം എന്ത് ചെയ്യുക, ഈ ഇറേസിംഗ് ഷീൽഡ് അവിടെ കൊണ്ട് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്ത് കളയുക. സോ അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് വരും, ഇറേസിംഗ് ഷീൽഡ്. ഓപ്ഷൻ എ. The number of edges in octahedron. ഒക്ടാഹെഡ്രന്റെ നമ്പർ ഓഫ് എഡ്ജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ് ഒക്ടാഹെഡ്രൻ എന്ന് വെച്ചാൽ 8 ഈക്വൽ ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ ഫേസസ് ചേർന്ന് വരുന്ന ഒരു പോളിഹെഡ്രൻ ആണ് ഈ ഒക്ടാഹെഡ്രൻ എന്ന് പറഞ്ഞത്. അതിന്റെ എഡ്ജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒക്ടാഹെഡ്രൻ നിങ്ങൾ ഫിഗർ നോക്കുക. ഒക്ടാഹെഡ്രന്റെ ഫിഗറിൽ എത്ര എഡ്ജസ് ഉണ്ട് എണ്ണി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 12 എഡ്ജസ്. 12 എഡ്ജസ് ആണ് ഒക്ടാഹെഡ്രൻ ഉള്ളത്. ഇനി ഇത് തെറ്റാവുന്ന ചാൻസ് നമ്മൾ എഡ്ജസ് വായിക്കത്തില്ല, ഒക്ടാഹെഡ്രനെ വായിക്കത്തുള്ളൂ. ഒക്ടാഹെഡ്രൻ എന്ന് പറഞ്ഞാൽ 8 ഈക്വൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫേസസ് ചേർന്ന് വരുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷന് 8 കിടപ്പുണ്ട്. സോ അങ്ങനെ പോയി നമ്മൾ എന്ത് ചെയ്യും, തെറ്റ് മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് എഡ്ജസ് ആണ്, ഫേസസ് അല്ല ചോദിച്ചിരിക്കുന്നത്. എഡ്ജ് വേറെ, ഫേസ് വേറെ. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ ഒക്ടാഹെഡ്രൻ എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്, 12 ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ഫേസസ് ഓഫ് എൻ ഒക്ടാഹെഡ്രൻ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ, ഓപ്ഷൻ എ 8 വന്നേനെ. ഇവിടെ എഡ്ജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എഡ്ജസ് എത്രയാണ് ഒക്ടാഹെഡ്രന്റെ, 12. The area enclosed between a part of circumference and 2 radii is a. First of all, സർക്കിളിന്റെ കുറച്ച് പാർട്സ് നമുക്ക് നോക്കാം. റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമുക്ക് നീട്ടി വരയ്ക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ലാർജസ്റ്റ് കോഡ് എന്ന് പറയാം. കോഡ് എന്താണ്, കോഡ് എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിൽ കൂടി അല്ലാതെ പോകുന്ന രണ്ട് പോയിന്റുകൾ മീറ്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കംഫറൻസ്, ചുറ്റളവ്, പുറമേ ഉള്ള ചുറ്റളവ്. സർക്കിളിന്റെ ചുറ്റളവ് എത്രയാണ്, 2πr ആണെങ്കിൽ πd ആണ്. നെക്സ്റ്റ് ആണ് ആർക്ക്. ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു പാർട്ടാണ്. സർക്കിളിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുക്കുന്നതാണ് ഈ ആർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടാൻജന്റ് എന്ന് പറയുന്നത്, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി, സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി നീട്ടി വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്ടർ. സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് എന്ന് പറഞ്ഞു. രണ്ട് റേഡിയസും ആർക്കിനും ഇടയിലുള്ള അത്രയും പോർഷനെയാണ്, അത്രയും ഏരിയയെ വിളിക്കുന്ന പേരാണ് സെക്ടർ. നെക്സ്റ്റ് വൺ ആണ് സെഗ്മെന്റ്. നമ്മൾ കോഡ് പറഞ്ഞു, സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ മീറ്റ് ചെയ്ത, സെന്ററിൽ കൂടി അല്ലാതെ വേറെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ കൂടി മീറ്റ് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻ ആണ് കോഡ്. ആ കോഡും പിന്നെന്താണ്, ആർക്കും കൂടി ഉള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പാർട്ട് ഓഫ് സർക്കംഫറൻസ്. സർക്കംഫറൻസിന്റെ ഒരു പാർട്ട്, അതാണ് ആർക്ക് എന്ന് പറയുന്നത്, സർക്കംഫറൻസിന്റെ ഒരു പാർട്ടാണ്. അതും പ്ലസ് എന്തോടെ രണ്ട് റേഡിയസും കൂടി മീറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരെന്താണ്, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് ആൻസർ, ഓപ്ഷൻ ബി, സെക്ടർ. എ സോളിഡ് കണ്ടെയ്ൻഡ് ബൈ പ്ലെയിൻ സർഫസ് ഈസ് ടേംഡ് ആസ്. ഒരു സോളിഡ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ടെട്രാഹെഡ്രൻ, ഒക്ടായ, ക്യൂബ്, ഐസോസ, ഡോഡെക്ക. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഞാൻ ഈ ക്യൂബിനെ മാത്രം ഇങ്ങനെ എടുക്കുവാണ്. ക്യൂബിന്റെ പ്രത്യേകത എന്താണ്, 6 ഈക്വൽ സ്ക്വയർ ഫേസസ് ചേർന്ന് വരുന്നതാണ് ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു സോളിഡ് പ്ലെയിൻ സർഫസ് കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിഹെഡ്രൻ. റെഗുലർ പോളിഹെഡിന് എക്സാമ്പിൾ ആണ് ഞാനിപ്പോ കാണിച്ച ടെട്രായാലും ഒക്ടയാലും ഈ തന്നിരിക്കുന്ന ഫിഗർ റെഗുലർ പോളിഹെഡ്സിന് എക്സാമ്പിൾ ആണ്. അപ്പം സോളിഡ് കണ്ടെയ്ൻഡ് ബൈ പ്ലെയിൻ സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഹെഡ്രൻസ്. ഇതിപ്പോ അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പൊ പോളിഗൺ എന്ന് പറഞ്ഞ ഒരു 2D ഫിഗർ ആണ്, ഒരു ലെങ്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്, അതിന് തിക്നെസ് ഇല്ല. അതാണ് പോളിഗൺ. അതിന് എക്സാമ്പിൾ എന്താ, പെന്റഗണ്, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, അങ്ങനെയുള്ളതെല്ലാം പോളിഗൺസിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മൾട്ടി സൈഡഡ് ഫിഗർ ഹാവിംഗ് ഗ്രേറ്റർ ദാൻ 4 സൈഡ് ഉള്ളതിനെ നമ്മൾ പോളിഗൺസ് എന്ന് വിളിക്കും. അതെല്ലാം 2D ഫിഗർ ആണ്. ഇനി സ്പിയർ എന്തായാലും ഇതിനകത്ത് വരത്തില്ല. സ്പിയർ ഒരു സോളിഡ് ആണ്, പക്ഷെ എന്തല്ല, പ്ലെയിൻ സർഫസ് കൊണ്ടല്ല അത് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് സ്പിയർ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, സ്പിയർ എന്ന് പറയുന്ന ഒരു സെമി സർക്കിളിനെ
സർക്കുലേറ്റ് ചെയ്ത് റിവോൾവ് ചെയ്തിട്ടാണ് സ്പിയർ ഉണ്ടാകുന്നത്. സെമി സർക്കിളിനെ റിവോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് സ്പിയർ ഉണ്ടാകുന്നത്. ടാൻജന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. സോ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്താലും ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ സോളിഡ് കണ്ടൈൻഡ് ബൈ പ്ലെയിൻ സർഫസ് ഈസ് ടേംഡ് ആസ് polyhedrons. A solid form generated by revolving a right angle triangle about a fixed line is called. First of all, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ഫിക്സ്ഡ് ലൈനിൽ വെച്ച് റിവോൾവ് ചെയ്യാമെന്ന് അസ്യൂം ചെയ്യാം. ജസ്റ്റ് ഇതാണ് ഫിഗർ. അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സോളിഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? രണ്ടാമത്തെ ഫിഗർ കാണുമ്പോഴേ മനസ്സിലാവും എന്താണ്. ഓപ്ഷൻ ബി, കോൺ. കോൺ ആണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്ത് ഒരു ഫിക്സ്ഡ് ലൈൻ എബൌട്ട് ആയിട്ട് നമ്മൾ റിവോൾവ് ചെയ്ത് കിട്ടുന്ന സോളിഡ് ഫോം എന്ന് പറഞ്ഞാൽ. ഇനി ഓപ്ഷനിലുള്ളതാണ് സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ഒരു റെക്റ്റാങ്കിളിനെ ഞാൻ ഒരു ഫിക്സ്ഡ് ലൈനിൽ വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. റിവോൾവ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫിഗർ ആണ് സിലിണ്ടർ എന്ന് പറഞ്ഞത്. റെക്റ്റാങ്കിളിനെ റിവോൾവ് ചെയ്ത് കിട്ടുന്ന സോളിഡിനെയാണ് സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. ഇനി സ്പിയർ. സ്പിയർ എന്ന് പറയുന്നത് ഞാൻ സെമി സർക്കിൾ എടുത്തു, അതിനെ ഞാൻ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. റിവോൾവ് ചെയ്ത് കിട്ടുന്നതാണ് സ്പിയർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഓരോന്ന് ഓർത്തിരിക്കുക. സിലിണ്ടർ എന്ന് പറയുന്നത് കിട്ടുന്നത് എങ്ങനെയാണ്? സിലിണ്ടർ കിട്ടുന്നത് റെക്റ്റാങ്കിളിനെ റിവോൾവ് ചെയ്ത്, കോൺ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ റിവോൾവ് ചെയ്ത്, സ്പിയർ ആണെങ്കിൽ സെമി സർക്കിളിനെ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ട് റിവോൾവ് ചെയ്ത്. പിന്നെ പിരമിഡ് ആണ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കാരണം പിരമിഡ് എന്ന് പറയുന്നത് ബേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പിരമിഡിൽ ബേസ് സർക്കിൾ ആണ് എങ്കിൽ അത് കോൺ എന്ന് വിളിക്കാം. പിരമിഡിനകത്ത് പല ഷേപ്പുകൾ വരാം. ഹെപ്റ്റഗണ, നണ്ണഗണ, ആ ഒരു പോളിഗൺ ഷേപ്പ് എന്ത് ചെയ്യാം? അതിന്റെ ബേസിൽ വരാം. അതാണ് പിരമിഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പിരമിഡ് ഏത് ടൈപ്പ് പിരമിഡ് ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന, റെക്ടാംഗുലർ പിരമിഡ് ആണോ സർക്കുലർ പിരമിഡ് ആണോ അതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ പിരമിഡ് എന്തുവാനും ഈ ഓപ്ഷനിൽ വരത്തില്ല. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോളിഡ് ഫോം ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അബൌട്ട് എ ഫിക്സ്ഡ് ലൈൻ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ ബി, കോൺ. A scale represent either 2 units or a unit and a subdivision is. ഒരു സ്കെയിലിനകത്ത് 2 യൂണിറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ സ്കെയിൽ. 2 യൂണിറ്റ്സ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഡയഗണൽ സ്കെയിൽ എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ്. 3 ഡയമെൻഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ഡയഗണൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി സ്കെയിലിനകത്തുള്ള ഒരു ഭാഗമാണ് ഈ സ്കെയിൽ ഓഫ് കോഡ് എന്ന് പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് സ്കെയിൽ ഓഫ് കോഡ്സ് യൂസ് ചെയ്യുന്നത്. The path of a point which moves in a space is known as. ഒരു പോയിന്റ് ആണ്, അതിന്റെ പോയിന്റിന്റെ പാത്ത് ആണ്, അത് മൂവ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ സ്പേസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കസ്. The path of point which moves in a space is known as locus. A drawing which shows the true shape of the surface of a solid one plane is called. ഒരു ഡ്രോയിങ്ങിന്റെ ട്രൂ ഷേപ്പ് ഓഫ് എ സർഫസ് നമ്മൾ ഒരു പ്ലെയിനിൽ കാണുന്ന ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ്. ആൻസർ ഓപ്ഷൻ ബി, ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സോളിഡിന്റെ ട്രൂ ഷേപ്പ് ഒരു പ്ലെയിനിൽ കാണാൻ പറ്റും. അതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. If we cut a cone by a plane, the section obtained at the plane of intersection is called. കഴിഞ്ഞ സ്ലൈഡ്സിൽ പറഞ്ഞതേ ഉള്ളൂ. കോണിക് സെക്ഷൻ എന്ന് പറയുന്നതാണ് നമുക്കൊരു കോൺ എടുത്തു പല സെക്ഷൻസ് ആയിട്ട് മുറിക്കുന്നു. സെക്ഷൻസ് ആയിട്ട് മുറിക്കുമ്പോൾ ഹൈപ്പർബോളയും പരാബോളയും എലിപ്സും ഒക്കെ കിട്ടിയായിരുന്നു. സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോണിക് സെക്ഷൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോൺ എടുത്തു, അത് പല പ്ലെയിൻസിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇന്റർസെക്ഷൻ പോർഷനിലെ സെക്ഷനെ വിളിക്കുന്ന പേരാണ് കോണിക് സെക്ഷൻ. The representative fraction of 1 centimeter equal to 20 meter is. അതിന് ആദ്യ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്താണെന്ന്? RF is equal to എന്താ എന്റെ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഓഫ് ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 20 മീറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അർത്ഥം. ഡ്രോയിങ് ഞാൻ 1 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രൗണ്ടിലുള്ള 20 മീറ്ററിന് തുല്യമാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ RF is equal to 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 20 മീറ്റർ. 20 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തേ എന്ത് കിട്ടും? 20 into 100 എന്ന് വരും. 20 into 100 എത്രയാ? 2000. സോ ആൻസർ എന്ന് പറയുന്നത് എന്തൊരു 1 divided by 2000. ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും ആൻസർ.
സോ 1 centimeter is equal to 20 meter എന്ന് പറയുന്നതിന്റെ RF എത്രയാണ്? 1 divided by 2000. Special publication of BIS for engineering drawing practice for students is. Engineering drawing practiceന് വേണ്ടി BIS കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ പബ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ആണ് SP46. SP46 ആണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് ഫോർ സ്റ്റുഡൻസിന് വേണ്ടി BIS-ന്റെ പബ്ലിക്കേഷൻ, സ്പെഷ്യൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? SP46. 3-point perspective view is used to draw the pictorial view of a. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ പെർസ്പെക്റ്റീവ് വ്യൂ? പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞ ഒരു റിയലിസ്റ്റിക് പ്രൊജക്ഷൻ ആണ്. മെയിൻലി നമ്മൾ പിക്ചർ ഫോട്ടോഗ്രാഫ്ഡ് ബൈ എ ക്യാമറ, ഒരു ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോൾ ബിൽഡിങ്സിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരു വിഷ്വൽ റേ മെത്തേഡ് ആണ് ഈ പെർസ്പെക്റ്റീവ് വ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. സോ 3-point പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്ന സാധാരണ ടോൾ ബിൽഡിങ്സിന് വേണ്ടി, അതിന്റെ ഡ്രോയിങ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്തെടുക്കുന്നത്? ടോൾ ബിൽഡിങ്സിന്റെ കാര്യത്തിന് വേണ്ടിയാണ് 3-point പെർസ്പെക്റ്റീവ് വ്യൂകൾ ഉപയോഗിക്കുന്നത്. So answer is option B. The lines with a thin chain thick at ends are used to show the. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, കട്ടിംഗ് പ്ലെയിൻ. ലൈൻ വിത്ത് തിൻ ചെയിൻ തിക്ക് അറ്റ് എൻഡ്സ് എന്ന് പറയുന്നത് ഷോ ചെയ്യുന്ന എന്താ? കട്ടിംഗ് പ്ലെയിൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി. A solid generated by the revolution of a semicircle about its diameter is called. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഒരു സോളിഡ് സെമി സർക്കിൾ വെച്ചിട്ടാണ് എബൌട്ട് ഇറ്റ് ആക്സിസിൽ ഒരു റെവല്യൂഷൻ നടത്തിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? സ്പിയർ. ആൻസർ ഓപ്ഷൻ ബി. ബോ കോമ്പസ് ഈസ് യൂസ്ഡ് ഫോർ. ബോ കോമ്പസ് എന്ന് പറയുന്നത് രണ്ട് തരം കോമ്പസ് ആണ് നമ്മൾ പഠിച്ചത്. ലാർജ് ബോ കോമ്പസ് ഉണ്ട്, സ്മോൾ ബോ കോമ്പസ് ഉണ്ട്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ബോ കോമ്പസ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രോയിങ് വെരി സ്മോൾ സർക്കിൾസ് ആണ്. ചെറിയ സർക്കിളുകൾ വരയ്ക്കാനാണ് സാധാരണ ബോ കോമ്പസുകൾ ഉപയോഗിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സോ ഇത്രയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.